ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും കേരളം ഏറ്റവും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം നേമമായിരുന്നു. നേമത്തിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള കേരളത്തിലെ അത്യപൂർവ മണ്ഡലങ്ങളിലൊന്നാണ്. നേമത്താണ് ബി ജെ പി കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ അക്കൗണ്ട് തുറന്നത്. കഴിഞ്ഞ തവണ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇത്തവണ അത് വീണ്ടും തുറക്കാനുള്ള ശ്രമത്തിലാണ് അവർ, തീവ്രമായ ശ്രമത്തിലാണ്. അപ്പോൾ നേമത്ത് ആര് ജയിക്കും? ഇതിപ്പോൾ സാക്ഷര കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം, നവോത്ഥാന കേരളം വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതിൻ്റെ ഉത്തരം കണ്ടെത്താനൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഈ നേമത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇത് മണ്ഡല പുനർവിഭജനത്തിന് മുമ്പ് തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളായിരുന്നു. തിരുവനന്തപുരം നോർത്താണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ്, ഈസ്റ്റാണ് ഇപ്പോഴത്തെ നേമം, തിരുവനന്തപുരം വെസ്റ്റാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം സെൻട്രൽ എന്നറിയപ്പെടുന്ന മണ്ഡലം, നമ്മുടെ CP ജോൺ മത്സരിക്കുന്ന മണ്ഡലം. അപ്പോൾ ഇങ്ങനെ വേറെ വരുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം ഈസ്റ്റ് ബി ജെ പിക്കും അവരുടെ പഴയ സഖ്യകക്ഷിയായിരുന്ന ഹിന്ദു മുന്നണിക്കും വലിയ പ്രാമുഖ്യമുള്ള പ്രദേശമായിരുന്നു. 1987 തെരഞ്ഞെടുപ്പ് മുതൽക്ക് 82 ബി ജെ പി ആദ്യം കേരളത്തിൽ മത്സരിക്കുന്നത്. 87 അവർ ശക്തി സംഭരിച്ച് തിരുവനന്തപുരം നോർത്തിലും തിരുവനന്തപുരം ഈസ്റ്റിലും തിരുവനന്തപുരം വെസ്റ്റിലുമൊക്കെ ശക്തി തെളിയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ഈസ്റ്റിലാണ് അവർ ആദ്യമായിട്ട് 2ാം സ്ഥാനത്തെത്തിയത്. അന്ന് സാക്ഷാൽ കുമ്മനം രാജശേഖരനായിരുന്നു ബി ജെ പി പിന്തുണയുള്ള ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി. അന്ന് പുള്ളി ഫുൾ ടൈം ബി ജെ പി ആയിട്ടില്ല, ഹിന്ദു മുന്നണിയാണ്. പിന്നീട് അവർക്ക് ആ മണ്ഡലത്തിൽ ആ രീതിയിലുള്ളൊരു മേൽക്കോയ്മ മങ്ങി, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ആ ഭാഗത്തുള്ള ചില ഡിവിഷനുകളാണ് ഇവർ ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് രാജഗോപാൽ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ബി ജെ പി അവിടെ ശക്തി പുനഃസംഭരിച്ച് കൂടുതൽ സജീവമായിട്ട് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ തുടങ്ങിയത്. അങ്ങനെ രാജഗോപാൽ തിരുവനന്തപുരം ഈസ്റ്റിൽ 1 തവണ മത്സരിക്കുന്നു, തോൽക്കുന്നു. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു, തോൽക്കുന്നു. വീണ്ടും മത്സരിക്കുന്നു, വീണ്ടും തോൽക്കുന്നു. പിന്നീട് അദ്ദേഹം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, തോൽക്കുന്നു. അത് കഴിഞ്ഞ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വളരെയധികം വോട്ട് പിടിക്കുന്നുവെങ്കിലും 3ാം സ്ഥാനത്തേ എത്തുന്നുള്ളൂ. അങ്ങനെ അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് 2016 അദ്ദേഹം വട്ടിയൂർക്കാവ് നമ്മുടെ നേമമണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുന്നു. നേമത്ത് മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കും. അന്ന് വി ശിവൻകുട്ടിയാണ് തോൽപ്പിച്ചത്. അതുകൊണ്ട് വി ശിവൻകുട്ടിക്ക് കഴിഞ്ഞ തവണ സീറ്റ് കിട്ടി. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കുന്നു. മുരളീധരൻ കുറച്ച് അധികം വോട്ടുകൾ പിടിക്കുന്നു. അന്യഥാ കുമ്മനം രാജശേഖരന് കിട്ടുമായിരുന്ന വോട്ടുകൾ ശിവൻകുട്ടിയിൽക്ക് കിട്ടാത്തത്, കുമ്മനത്തിന് കിട്ടാമായിരുന്നതായ വോട്ടുകൾ മുരളീധരനിലേക്ക് പോകുന്നു. അങ്ങനെ മുരളീധരൻ ജയിക്കുന്നില്ല, പക്ഷേ കുമ്മനം തോൽക്കുന്നു. അതുകൊണ്ടാണ് ബി ജെ പിക്കാർക്ക് കെ മുരളീധരനോട് തീരാത്ത വിരോധമായിട്ട് തീർന്നത്. അങ്ങനെ ഇത്തവണ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കുന്നു. മുരളീധരൻ്റെ ഒരു ഡമ്മിയായിട്ട് കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്നു. ശബരിനാഥൻ നല്ല ഫൈറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ന്യായമായിട്ട് കിട്ടാവുന്ന വോട്ടിൽ നിന്ന് എത്ര ശബരിനാഥൻ ഭിന്നിപ്പിക്കും എന്ന കാര്യം നമുക്ക് പറയാറായിട്ടില്ല. അതുമാത്രമല്ല, അന്യഥാ ശിവൻകുട്ടിക്ക് പോകാമായിരുന്ന വോട്ടുകൾ എത്ര ശബരിനാഥനിലേക്ക് പോയിട്ടുണ്ട് എന്നും പറയാൻ പറ്റുകയില്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാധീനതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചമല്ല. പുള്ളി വളരെ ദുഷ്കരമായ രീതിയിലാണ് പ്രചരണം നടത്തിയത്. പിന്നെ കഴിഞ്ഞ 5 കൊല്ലം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പുള്ളിക്ക് വലിയ ഇമേജുണ്ട് ജനങ്ങളുടെ ഇടയിൽ. വിദ്യാഭ്യാസ വകുപ്പിൽ പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിൽ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നടന്നെങ്കിലും വ്യക്തിപരമായിട്ട് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശിവൻകുട്ടിയുടെ ഇമേജ് വട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ പോലെ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഇമേജുള്ളൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് എല്ലാ ആളുകളെ അറിയാം, ആളുകൾക്ക് അദ്ദേഹത്തെ അറിയാം. അവിടെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് പുള്ളി. നേരത്തെ ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽക്ക് ആയിരുന്നിട്ടുള്ള ആളാണ്. പിന്നെ തിരുവനന്തപുരത്ത് സിറ്റി മേയറായിരുന്നു, പിന്നീട് MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗര ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ശിവൻകുട്ടി അണ്ണൻ എന്ന് സഖാക്കൾ വിളിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ വി ശിവൻകുട്ടി. അപ്പോൾ ഈ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനെ അതിജീവിച്ചിട്ട് വേണം ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ജയിക്കാനായിട്ട്. അതിനും പുറമെയാണ് ഈ കുരുമ്പൽ കുരു എന്ന് പറഞ്ഞ രീതിയിൽ ശബരിനാഥൻ്റെ രംഗപ്രവേശം, ശബരി പിടിക്കുന്ന വോട്ടുകൾ എത്ര ബാധിക്കും. SDPIയുടെ പരസ്യ പിന്തുണ ശിവൻകുട്ടി കിട്ടിയിട്ടുണ്ട്. ഈ
നിയമമണ്ഡലത്തെ സംബന്ധിച്ചുള്ള 25,000-ന് മീതെ മുസ്ലിം വോട്ടുകളുണ്ട്. അത് ഏറെക്കുറെ പരിപൂർണമായിട്ട് ശിവൻകുട്ടിക്കാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. കഴിഞ്ഞതിന് മുമ്പത്തെ തവണയും കിട്ടി. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പരസ്യമായ പിന്തുണയിലേക്ക് പോയാൽ വിപരീത വികാരം മറുഭാഗത്തുണ്ടാവും. അവിടെയുള്ള ഈ സവർണ ഫാസിസ്റ്റ് മൂരാച്ചികൾ ഒറ്റക്കെട്ടായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച സംഗതി വട്ടത്തിലാകാൻ പോകുന്നത് ശിവൻകുട്ടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരവധി സങ്കീർണമായ പ്രഹേളികകൾ നിയമമണ്ഡലത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ശബരിനാഥൻ പിടിക്കുന്ന വോട്ടായിരിക്കും ആത്യന്തികമായിട്ട് ഫലം നിർണ്ണയിക്കുക. ശിവൻകുട്ടി ജയിക്കുമോ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമോ എന്നറിയണമെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ വോട്ട് എണ്ണി തീരുന്നവരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. വ്യക്തിപരമായിട്ട് ഞാൻ ശിവൻകുട്ടി ജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ശിവൻകുട്ടി എൻ്റെ ചിരകാല സുഹൃത്താണ്. ഈ മന്ത്രിയായ ശേഷം നമ്മൾ വെറുതെ ഫോൺ വിളിച്ചാൽ ആദ്യത്തെ റിങ്ങിന് അണ്ണൻ ഫോണുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ വിളിക്കാൻ പറ്റില്ല അദ്ദേഹം തിരിച്ച് വിളിക്കും. എന്താ കാര്യം എന്ന് ചോദിക്കും. ഒരു കാര്യമില്ലെങ്കിലും പുള്ളി ചിലപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു സാധു മനുഷ്യനാണ്, ശുദ്ധനാണ്, ഹൃദയശുദ്ധിയുള്ള ആളാണ്, അഴിമതിക്കാരനൊന്നുമല്ല. പുള്ളിയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ പല അബദ്ധധാരണകളുമുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഈ ശിവൻകുട്ടിയെപ്പോലൊരാളില്ലെങ്കിൽ കേരള നിയമസഭ എത്ര വിരസമായി പോകും. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടിട്ടില്ല. അല്ലെങ്കിൽ ശബരിനാഥനെ പോലെ കഴിവുള്ളൊരു ചെറുപ്പക്കാരൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ് വെറുതെ വെയിലും കാഞ്ഞ് നടക്കാൻ എന്ന് കാണാനുള്ള താല്പര്യം കൊണ്ടുമല്ല. പക്ഷേ ശിവൻകുട്ടി ഇല്ലെങ്കിൽ കേരള നിയമസഭയുടെ ആ ഒരു സൗന്ദര്യം, അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഗുമ്മ് ഇല്ലാണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സഖാവ് ശിവൻകുട്ടി ജയിച്ച് കാണണം എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്.